വിശ്വസിക്കുക. അവസാനം വൽ ഖദിരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുക. നീ പൗരത്വ ബില്ലിനെയും പേടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ നിനക്ക് എങ്ങനെ വിശ്വാസം പൂർത്തീകരിക്കാൻ പറ്റും? ആറാമത്തെ കാര്യം എന്താ പറഞ്ഞേ? അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം, അള്ളാഹിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കണം, അള്ളാഹുവിന്റെ ഖുർആനിനെ കൊണ്ട് വിശ്വസിക്കണം, അന്ത്യദിനത്തിനെ കൊണ്ട് വിശ്വസിക്കണം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു 6, എടാ ദുഃഖവും സന്തോഷവും നന്മയും എല്ലാം പരീക്ഷണങ്ങളും എന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് നീ വിശ്വസിക്കണം. നിനക്ക് വിശ്വാസമില്ല. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ നീ പൗരത്തിനെ പേടിക്കുന്നത്? പൗരത്വ ബില്ലിനെ ഇപ്പൊ എല്ലാവർക്കും പേടിയല്ലേ? എന്തിനാ നീ ഭയപ്പെടുന്നേ? ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് നിന്റെ ഉമ്മയുടെ വയറ്റിൽ കടന്നു വന്ന് നിനക്ക് റൂഹൂതി, നിന്റെ ആയുസ് എഴുതി, നിന്റെ റിസ്ക് എഴുതി, നിന്റെ പെണ്ണുമ്പിള്ളയുടെ പേരെഴുതി, നിനക്ക് ജനിക്കുന്ന മക്കളെ കുറിച്ച് എഴുതി വെച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, പൗരത്വം നഷ്ടപ്പെടുമോ പൗരത്വം കിട്ടുമോ, നീ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ളാഹ് എഴുതി വെച്ചിരിക്കുക. എന്റെ കാര്യം, എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ തന്നെ അള്ളാഹു എല്ലാം എന്റെ തലയിൽ എഴുതി വെച്ചിരിക്കുക. ആ എഴുതി വെച്ചിരിക്കുന്നത് ഈ കാണുന്ന മോഡി സാറോ അമിത്ഷായോ അല്ലെങ്കിൽ ഏതെങ്കിലും സാറന്മാര് വിചാരിച്ചാൽ തട്ടിമാറ്റാൻ പറ്റുമോ? ഉള്ളത് പറ, പറ്റുമോ? നിങ്ങൾ പറ, തട്ടിമാറ്റാൻ പറ്റുമോ? പറ്റുമോ? ഇല്ലേ? അള്ളാഹു എനിക്ക് തീരുമാനിച്ചിരിക്കുന്ന കാര്യം, പണ്ട് ചെറുപ്പക്കാർ പറയും വരാനുള്ളത് ഓട്ടോ വിളിച്ചിട്ടാണെങ്കിലും വരുമെന്ന്. ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വരുന്ന കാര്യം പറയണില്ല. നമ്മുടെ ഉമ്മാടെ ഗർഭാശയത്തിൽ കടന്നപ്പോൾ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്ന കാര്യമേ ഇവിടെ നടക്കത്തുള്ളൂ. അതിനി ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും ജയിലിൽ പോയി ഉണ്ട തിന്നാൻ വിധിയുണ്ടെങ്കിൽ പോയി തിന്നും, ഇല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് മന്തി ബിരിയാണിയും തിന്നും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അത് വിശ്വസിച്ചാലേ നീ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് മദ്രസയിൽ പഠിച്ചവനാ നീ. എന്നിട്ട് നീ എന്തിനാ ഇപ്പൊ ഇതിനെ ഭയക്കണേ? എന്റെ സഹോദര, നീ ഭയന്ന ദുനിയാവും പോയി, ആഖിറവും പോയി. ഭയന്നില്ലെങ്കിൽ ഇവിടെ പോയാൽ അവിടെയെങ്കിലും രക്ഷപ്പെടാം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാ ഉസ്താദേ ഞങ്ങളെ അള്ളാഹു വല്ലാതെ പരീക്ഷിക്കുന്നല്ലോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് പടച്ചവനെ അതാ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഒരുപാട് ദുരന്തങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ക്യാൻസർ രോഗം പിടിച്ചവരുണ്ട്, കിഡ്നി തകർന്ന് കിടക്കുന്നവരുണ്ട്, അള്ളാഹുവേ ശരീരം തളർന്ന് കിടക്കുന്നവരുണ്ട്, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ട്, വർഷങ്ങളായി മക്കളില്ലാത്തവരുണ്ട്, സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്തവരുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ നടുവിലൂടെയാണ് ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിക്കുന്നത്. എല്ലാവരും കരുതിയിരിക്കുകയാ, പടച്ചവൻ എനിക്ക് ഈ വേദനകളും ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ എനിക്ക് അള്ളാഹു തരുന്നത് അള്ളാഹുവിന് എന്നോട് എന്തോ ദേഷ്യമുള്ളത് കൊണ്ടാ. നമ്മളിൽ പലരും കരുതുന്നത് പടച്ചവൻ എനിക്ക് രോഗം തരുന്നത്, എനിക്ക് ക്യാൻസർ തന്നത്, എനിക്ക് മക്കളെ തരാത്തത്, എനിക്ക് വീട് തരാത്തത്, എന്റെ ശരീരം തളർത്തിക്കളഞ്ഞത്, എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്താത്തത് എന്നോട് പടച്ചവന് വല്ലാത്ത ദേഷ്യമുള്ളത് കൊണ്ടാ, അള്ളാഹ് എന്നെ വെറുപ്പുള്ളത് കൊണ്ടാ എന്ന് പലരും കരുതുന്നുണ്ട്. എന്ന് പലരും കരുതുന്നുണ്ട്. എങ്കിലെന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരിക്കലും നീ അങ്ങനെ കരുതാ പാടില്ല. ഒരിക്കലും നീ അങ്ങനെ കരുതാ പാടില്ല. 5 നേരം നിസ്കരിച്ചുകൊണ്ട് ശരീരം മറച്ചുകൊണ്ട് പണച്ചറപ്പിനെ പേടിച്ച് നടക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ നൽകിയാൽ, 5 നേരം നിസ്കരിക്കുന്ന വാപ്പാ, ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരാ, എല്ലാ നല്ല കാര്യങ്ങൾക്കും മുന്നിലൂടി നടക്കുന്ന യുവത്വേ, പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പരീക്ഷണങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത് നിന്നോടുള്ള വെറുപ്പുള്ളത് കൊണ്ടല്ലടാ ചെറുപ്പക്കാരാ, നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അള്ളാഹ് നിന്നെ വെറുപ്പായത് കൊണ്ടല്ല, അള്ളാഹ് നിന്നോട് സ്നേഹം കൂടിയത് കൊണ്ടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹ് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല. അള്ളാഹ്ക്ക് നിന്നെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് അള്ളാഹിനെ സന്തോഷിക്കാൻ വേണ്ടിയല്ല. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു തരികയാണ്,